വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ദുബായ് മാളിലേക്കാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ ഒരു കസിനും ഉണ്ട്, പാറു. നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് വന്നേക്കാണ്. അതെ, ഇപ്പോൾ ഓൾമോസ്റ്റ് ടൈം ഒരു 2:10 ആയി. അതെ, ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം നല്ല വിശപ്പുണ്ട്. This is Burj Khalifa. This is Burj Khalifa. അങ്ങനെ നമ്മൾ ബുർജ് ഖലീഫ കാണിച്ചു. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. സീരിയസ് എവിടെ എങ്ങനെയാണ് ബുർജ് ഖലീഫ കണ്ടിട്ട്? നല്ല രസമുണ്ടായിരുന്നു കണ്ടിട്ട്. നല്ല വെയിലാണ് ഇവിടെ. വെയിലൊക്കെ ഉണ്ടാവും. ഫുഡ് അടിച്ച ക്ഷീണത്തില് കുറച്ചിപ്പോ വന്നോണ്ടിരിക്കുകയാണ്. നമ്മള് സബ്വേന്ന് ചെറിയൊരു ബർഗർ കഴിച്ചു. പക്ഷെ അതിന്റെ ഉള്ളിലത്തെ ഫില്ലിങ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചൂസ് ചെയ്തത് കൊണ്ട് അത്ര ടേസ്റ്റില് ചെറുതായിട്ട് പാളി പോയിട്ടുണ്ട്. ബട്ട് നമ്മള് പൈസ കൊടുത്ത് വാങ്ങിയ കാരണം അതുകൊണ്ട് നമ്മളത് ഫുൾ കഴിച്ചു. നമ്മൾ ഒരെണ്ണം വാങ്ങിയുള്ളൂ, അതുകൊണ്ട് തന്നെ നമ്മൾ ഒരെണ്ണം വാങ്ങിച്ചിട്ട് ഹാഫ് കഴിച്ചാണ്. പക്ഷെ സാരില്ല, നമുക്ക് അടുത്തത് എന്തെങ്കിലും ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ഇവിടെ നല്ല റഷുണ്ട്. ഡേ ആയതും ഒരു കാര്യമില്ല, ടൂറിസ്റ്റ് സ്പോട്ട് ആയത് കാരണം നല്ല രീതിക്ക് റഷ് ഉണ്ട് എല്ലാവർക്കും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എവിടേക്കാ പോണ്ടേ എന്താ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ബുർജ് ഖലീഫ കാണുന്നത്. പിന്നെ കൊച്ചു വന്നതല്ലേ. നല്ല വെയിലാണ് ഗൈസ്. കുറച്ചുകൂടെ കൊണ്ടിരിക്കും, അതിനൊക്കെ ബാക്കി ഡീറ്റെയിൽസ് പറയാം. നല്ല വെയിലാണ്, പക്ഷെ കുറച്ച് കുറവുണ്ട് കമ്പാരിറ്റീവ്ലി. ഇപ്പോൾ സമ്മർ സീസൺ കഴിയാറായില്ലെങ്കിലും കുറച്ച് ചൂടൊക്കെ ഉണ്ട് നല്ല രീതിക്ക്. കുറച്ചുകൂടെ കഴിഞ്ഞ് വരാണെങ്കിൽ നല്ല സെറ്റ്, നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതെ അതെ. Say once again. Beautiful. അത് നോക്കിയേ. പക്ഷേ ദുബായിൽ വന്നിട്ട് ഞാൻ ഒന്നും കാണിച്ചു കൊടുത്തില്ല എന്ന് പറയരുത്. കണ്ടോ, വിത്ത് പ്രൂഫ് ബുർജ് ഖലീഫ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ഔട്ടിംഗ് ആയിരുന്നു. അടിപൊളിയായിട്ട് എനിക്ക് ബുർജ് ഖലീഫ കാട്ടി തന്നു. ഫുഡ് കഴിച്ച് ബാക്കിയെല്ലാം സെറ്റ് ആയിരുന്നു. പക്ഷേ നമുക്ക് വേറെ എവിടെയെങ്കിലും ട്രൈ ചെയ്യാം, സമയമുണ്ട്. അതെ, ഞങ്ങൾക്ക് ഇനി അതാണ് നെക്സ്റ്റ്. ഞങ്ങളുടെ ദുബായ് ഫുഡ് എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങുന്നതേ ഉള്ളൂ. നമ്മളിപ്പോ ഇവിടെ ഇറങ്ങാണ്. നടന്നിറങ്ങി എനിക്ക് വയ്യാണ്ടായി, എനിക്ക് വയ്യാണ്ടായി കുറച്ച് ചെറുതായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയാ എക്സിറ്റ് ആവേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ആദ്യം അന്വേഷിച്ച് കണ്ടെത്തണം. ഞാൻ ഒറ്റയ്ക്ക് ഇതുവരെ വന്നിട്ടില്ല, സോ അതാദ്യം തപ്പി കണ്ടുപിടിക്കണം. എത്തുമായിരിക്കും എവിടെയെങ്കിലും ഒക്കെ. ഇതൊക്കെ രസമല്ലേ അല്ലേ? അതെ,
ഇതൊക്കെയാണ് ഒരു രസം. അതുപോലെ എന്ത് വിശ്വസിച്ചാ എന്റെ കൂടെ കൈമാറി കാണാൻ വന്നതിന് എനിക്ക് ഇപ്പോഴും അറിയില്ല. നമ്മളിപ്പോ വന്ന സെയിം വഴിക്കോടെ തന്നെ തിരിച്ചു പോകണമെന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ കയറി പോണുണ്ട്. എത്തോന്ന് അറിഞ്ഞൂടെ. എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാം. ഓക്കെ, ബൈ ബൈ. എക്സിറ്റ് വണ്ടി മേടിച്ചു നമ്മള്. പിന്നെ നേരെ മെട്രോ കയറിയിട്ട് പോണം. അടുത്ത സ്പോട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അതിന് മുമ്പ് നല്ലൊരു ചൂട് ചായ കുടിക്കണമെന്നുണ്ട്. അടുത്തത് നമ്മളെവിടേക്കാ പോകേണ്ടതെന്ന് തീരുമാനിച്ചിട്ടില്ല. നടക്കാൻ വയ്യ. അത് കാരണം നമ്മള് എക്സിലേറ്ററിൽ വെറുതെ നിൽക്കാണ്. ഇതിലും സ്പീഡിൽ നടക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ഫസ്റ്റ് എത്തിയാണ്. നമ്മളിപ്പോ കരാമയിലെത്തി. ചായ കുടിച്ചിരിക്കുകയാണ്. അതെ, ജസ്റ്റ് അവൾക്ക് ഡ്രസ്സ് എടുക്കാനുണ്ട്. അപ്പോൾ ഡ്രസ്സ് എടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് റിട്ടേൺ പോകും. ഇപ്പോൾ ഒരു 4:30 ആവാറായിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ലുക്ക് അറ്റ് ഹിയർ മാൻ. അയ്യോ. അങ്ങനെ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് എത്തി. ഞങ്ങൾ പറഞ്ഞ വഴി ചായ കുടിച്ച് ബൂസ്റ്റ് ചെയ്തു. ഇനി ഇവിടുന്ന് 1-2 ഡ്രസ്സ് കാര്യങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുണ്ട്. ഓക്കെ. നമ്മളങ്ങനെ ബുർജ് മമാളിലെത്തി, കരാമൽ. ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ച് ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി വന്നേക്കാൻ. അൽസഫിലേക്ക് എത്തിയേക്കാണ്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും. ആൻഡ് ബാക്ക് ടു ഹോം, സോറി റൂം. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 4-5 ദിവസമായിട്ടുള്ളൂ. 4-5 ദിവസമായിട്ടുള്ളൂ. ഒരു ദിവസം കൊണ്ട് നമ്മൾ കുറേ സ്പോട്ട് പോയി. പക്ഷെ അധികമൊന്നുമില്ല, നമ്മൾ ആവശ്യങ്ങൾക്കാണ് പോയത്. പക്ഷെ എന്നാലും നമ്മൾ കുറേ സ്ഥലം കവർ ചെയ്തിട്ടുണ്ട്. സ്പോട്ട് കവർ ചെയ്ത് ഞങ്ങൾ നല്ല കാറ്റാണ്, നല്ല കാറ്റിട്ട്. ഇത്രയും നേരം നടന്നിട്ടേ ഒരു സ്ഥലത്ത് വന്നിരിക്കുമ്പോൾ ഭയങ്കര ആശ്വാസം. ഇനി തിരിച്ച് റൂമിലേക്ക് പോകണം. അങ്ങനെ ഇന്നത്തെ വിശേഷം അതാണ് ഇന്നത്തെ ഡേ ഉണ്ടാകുന്നത്. ഇനിയൊന്നുമില്ല, നമ്മളൊരു 6:30 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും. തൊട്ടടുത്ത് കഴിഞ്ഞാൽ ബുർജ് മെട്രോ സ്റ്റേഷൻ. അവിടുന്ന് നേരെ ഇവൾ സെൻട്രൽ പോയിന്റിലാക്കണം. അവിടുന്ന് നേരെ ഞാൻ തിരിച്ച് എൻ്റെ റൂമിലേക്ക് വീണ്ടും മെട്രോ കയറും, സ്റ്റേഡിയം. ആൻഡ് അത്രേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഇനി ഉണ്ടാവും അറിഞ്ഞുവിടാ. ബൈ ബൈ അൽസീഫ്.